അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് നമ്മുടെ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു booking.com കൂടെ. സോ ഇവിടെ വന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇവിടെ ബോട്ടിങ് ചെയ്യാൻ പല പല ലൊക്കേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എവിടെയാണോ ബുക്ക് ചെയ്ത് ആ ലൊക്കേഷനിലോട്ട് തന്നെ നമ്മൾ എത്തണം. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. ചുറ്റും കുറേ വീടുകളും കനാലുകളും പൂക്കളും ഒക്കെയുള്ള ഒരു സ്ഥലത്ത് കൂടെ നമ്മളിങ്ങനെ ബോട്ടിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് 3.5 മണിക്കൂർ ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ വെനീസിലോട്ട് എത്തിയത്. ഗെയ്ത്തോൺ. ആംസ്റ്റർഡാമിൽ ആരെങ്കിലും വരികയാണെങ്കിൽ, നെതർലാൻഡ്സിലൊക്കെ ആരെങ്കിലും ടൂർ വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. ഒരുപാടൊന്നും യൂട്യൂബ് വീഡിയോസൊന്നും ഇതിനെക്കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു അടിപൊളി സ്ഥലമാണിത്. ഇവിടെ ഹസ്ബൻഡ് ഇരിക്കുന്നതിൻ്റെ തൊട്ട് പിറകിലാണ് കേട്ടോ അതിൻ്റെ സ്റ്റിയറിങ് ഗിയർ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കൈ ഇങ്ങനെ പിറകിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് നമ്മുടെ നടുവൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ ഹാപ്പിയായി. സ്വർഗത്തിലൊക്കെ എത്തിയൊരു ഫീലായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പം. ഏകദേശം ഈ ഒരു റൈഡിൻ്റെ ടൈം വരുന്നത് 2 hours ആണ്. പക്ഷേ ഞങ്ങൾ പതുക്കെ ഡൈവ് ചെയ്ത് വന്നപ്പോഴത്തേക്കും 3-3.5 മണിക്കൂർ കഴിഞ്ഞു. ഈവനിങ് ആയതുകൊണ്ട് നല്ല ഇളവെയിലും തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് ഇതിലൂടെ ഇങ്ങനെ പോകാൻ എന്തൊരു രസമാണെന്നറിയോ. അതിനിടയ്ക്ക് ഇതുപോലത്തെ കുറേ പുല്ല് ഒക്കെയുള്ളൊരു വയലൊക്കെ നമ്മുടെ നാടൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥലം പോലെയുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം എൻഡിങ് പോയിന്റിൽ എത്താനായിട്ടോ. സങ്കടമുണ്ട്, ടൈം പെട്ടെന്ന് പോയ പോലൊരു ഫീല്. പക്ഷേ ഇനി എനിക്ക് നെതർലാൻഡ്സിൽ വരാൻ ഞങ്ങൾക്ക് ചാൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ ഒന്നും കൂടി വരും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. പിന്നെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഇതാണ് പുറത്തുനിന്നുള്ള കാഴ്ച.